നമസ്കാരം. മൈ ആസ്ട്രോവിനിന്റെ ഒരു പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മീനം രാശിയിലേക്ക് ചൊവ്വ സംക്രമിക്കുന്നതോടെ വിവിധ തരത്തിലുള്ള സാമ്പത്തിക നേട്ടങ്ങളൊക്കെ നിങ്ങൾക്ക് കൈവരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് നിങ്ങളുടെ ജീവിതം സന്തോഷവും സമാധാനവും ഒക്കെ നിറഞ്ഞ അവസ്ഥയിലേക്കാണ് മാറുന്നത്. അപ്പോൾ ഈ കാലയളവിൽ അനുകൂലമായ നിരവധി മാറ്റങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നുണ്ട്. എന്നാൽ ഈ ഗ്രഹമാറ്റം 5 രാശിക്കാരുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നു എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് എന്നാണ് നമ്മൾ ഇന്നത്തെ അധ്യായത്തിൽ കൂടി വിശദീകരിക്കാനായിട്ട് പോകുന്നത്. പുതുവർഷത്തോടെ ചൊവ്വ രാശിമാറ്റം നടത്തിയിട്ട് മീനരാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ ജീവിതം പല വശങ്ങളിലും നേട്ടങ്ങളിലേക്കാണ് വഴിമാറുക. വർഷത്തിലെ 365 ദിവസം, അതായത് 24 മണിക്കൂറും ഭാഗ്യം പിന്തുണയ്ക്കുന്ന ചില രാശിക്കാർ ഉണ്ടാകുന്നുണ്ട്. ചൊവ്വ ശക്തി, ആത്മവിശ്വാസം, ധൈര്യം എന്നിവയുടെ പ്രതീകമായതിനാൽ തന്നെ ഈ ഗ്രഹമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വിജയവും ഒക്കെ സമ്മാനിക്കുന്നുണ്ട്. ഇപ്പോൾ ജ്യോതിഷപരമായ കണക്കുകൾ പ്രകാരം നോക്കുകയാണെങ്കിൽ 2026 ഏപ്രിൽ 2-നാണ് ചൊവ്വ മീനത്തിൽ പ്രവേശിക്കുന്നത്. അതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിരവധി അനുകൂല മാറ്റങ്ങളുടെ ഒരു തുടക്കമായിട്ടാണ് മാറുന്നത്. ഇടവം, കർക്കിടകം, വൃശ്ചികം, മീനം, മകരം ഇവയാണ് ആ 5 രാശികൾ. നമുക്ക് ആദ്യം തന്നെ ഇടവം രാശിയിലേക്ക് കടക്കാം. ഇടവം രാശിക്കാർക്ക് ചൊവ്വ 11-ാം ഭാവത്തിലേക്ക് സംക്രമിക്കുന്നതോടുകൂടി നിങ്ങളുടെ ശ്രദ്ധേയമായ ധനലാഭങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. നിക്ഷേപങ്ങളിൽ നിന്ന് മികച്ച ഫലങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു അനുകൂല സമയമാണെന്ന് വേണം പറയാൻ. അപ്പോൾ അതോടൊപ്പം പുതിയ വരുമാന മാർഗങ്ങളൊക്കെ തുറക്കപ്പെടും. ജോലി രംഗത്ത് സ്ഥാനക്കയറ്റവും ശമ്പള വർധനവൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ബിസിനസ്സിൽ നോക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന മാറ്റങ്ങൾ നിങ്ങളെ സന്തോഷകരമായിട്ട് അല്ലെങ്കിൽ അമ്പരിപ്പിക്കുന്ന തരത്തിലുള്ളതായിട്ട് മാറും. ഇതെല്ലാം കൊണ്ടും നിങ്ങളുടെ കുടുംബ ജീവിതത്തിലെ സന്തോഷവും സമാധാനവും ഒക്കെ വന്ന് നിറയുന്ന ഒരു കാലഘട്ടമായിരിക്കും വരാനിരിക്കുന്നത്. അടുത്തത് കർക്കിടകം രാശി. കർക്കിടകം രാശിക്കാർക്ക് ചൊവ്വ 9-ാം ഭാവത്തിലേക്ക് സംക്രമിക്കുന്നതോടുകൂടി ശ്രദ്ധേയമായ മാറ്റങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത്. വിവിധ വഴികളിലൂടെ ധനലാഭം ലഭിക്കുകയും ജീവിതത്തിലെ ഉയർച്ചയും സന്തോഷവും ഒക്കെ വർദ്ധിക്കുന്ന ഒരു സമയമാണ്. പുണ്യസ്ഥലങ്ങളിലൊക്കെ സന്ദർശന സാധ്യതയൊക്കെ കണ്ടുവരുന്നുണ്ട്. കൂടാതെ വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്ക് അതീവ അനുകൂലമായ ഒരു സമയമായിട്ടാണ് തെളിഞ്ഞു കാണുന്നത്. ചൊവ്വയുടെ ഈ ഗ്രഹമാറ്റം മൂലം എല്ലാ തരത്തിലുള്ള പിന്തുണയും അനുകൂലതയും ഒക്കെ നിങ്ങളെ അനുഗമിക്കുന്നതായിരിക്കും. അടുത്തത് വൃശ്ചികം രാശി. വൃശ്ചികം രാശിക്കാരുടെ അധിപൻ ചൊവ്വയാണ്. 5-ാം ഭാവത്തിലേക്ക് സംക്രമിക്കുന്നതോടുകൂടി ഏറെ അനുകൂലമായ ഫലങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. സാമ്പത്തിക നിലയൊക്കെ ശക്തമാക്കാനും അതുപോലെ ബിസിനസ്സിൽ വരുന്ന മാറ്റങ്ങളൊക്കെ ഗുണപരമായ രീതിയിലുള്ള നിങ്ങളുടെ വളർച്ചയ്ക്കാണ് വഴിയൊരുക്കുക. തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു കഴിവ് മെച്ചപ്പെടുന്നതിനാൽ തന്നെ നിങ്ങൾക്ക് പോസിറ്റീവ് മാറ്റങ്ങളാണ് ജീവിതത്തിൽ പ്രതിഫലിക്കുക. പ്രണയബന്ധത്തിലുള്ളവർക്ക് ഇത് അത്യുത്തമമായ ഒരു കാലഘട്ടമാണ്. കാരണം അത് വിവാഹം എന്ന സങ്കല്പത്തിലേക്ക് മാറാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ജോലിയിലെ ശ്രദ്ധേയമായ പുരോഗതിയും മാറ്റങ്ങളൊക്കെ അനുഭവപ്പെടുന്ന ഒരു സമയമാണ്. ആരോഗ്യ കാര്യങ്ങളിൽ നോക്കുകയാണെങ്കിൽ വലിയ ആശങ്കകളൊന്നും വേണ്ടാതെ ഒരു അനുകൂല സമയമായിട്ടാണ് കാണുന്നത്. അടുത്തത് മകരം രാശി. മകരം രാശിക്കാർക്ക് 3-ാം ഭാവത്തിലേക്കാണ് ചൊവ്വ സംക്രമിക്കുന്നതോടുകൂടി വരുന്നത്. ഇപ്പോൾ ധൈര്യവും വിജയവും ഒക്കെ വർദ്ധിക്കുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഇതിലൂടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നിർണായകമായ മാറ്റങ്ങളാണ് സംഭവിക്കാനായിട്ട് പോകുന്നത്. മത്സര പരീക്ഷകളിലൊക്കെ മികച്ച വിജയമൊക്കെ കൈവരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും.
കുടുംബത്തിലെ മംഗളകാര്യങ്ങളൊക്കെ നടക്കാനുള്ള ഒരു സാധ്യതയും തെളിഞ്ഞു കാണുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലും സഹപ്രവർത്തകരുടെ ഒരു പിന്തുണ നിങ്ങൾക്ക് ലഭിക്കും. അയൽക്കാരിൽ നിന്ന് സഹായം ലഭിക്കുന്ന സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. ഇതെല്ലാം ചേർന്നിട്ട് നിങ്ങളുടെ കുടുംബജീവിതത്തിലെ സന്തോഷവും സമാധാനവും ഒക്കെ നിലനിൽക്കുന്ന ഒരു കാലഘട്ടം തന്നെയായിരിക്കും വരാൻ പോകുന്നത്. അടുത്തത് മീനം രാശി. മീനം രാശിക്കാർക്ക് ചൊവ്വയുടെ സംക്രമണം അത്യന്തം അനുകൂലമായ ഫലങ്ങളാണ് നൽകുന്നത്. വ്യക്തി ജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ വിജയം കൈവരിക്കുകയും അപ്രതീക്ഷിത ധനലാഭങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സമയമായിരിക്കും. ജോലി അന്വേഷിക്കുന്നവർക്ക് ഇത് മികച്ച അവസരങ്ങളുടെ കാലഘട്ടമായിട്ടാണ് മാറുന്നത്. അതോടൊപ്പം ജീവിതത്തിലെ പല വിധത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങളെ തേടിയെത്തുന്ന ഒരു സമയമാണ്. സ്വയം തൊഴിൽ ആരംഭിക്കുകയോ വികസിപ്പിക്കുകയോ ചെയ്യുന്നവർക്ക് ഗണ്യമായ നേട്ടങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. ആരോഗ്യ കാര്യങ്ങളിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പിന്തുണ ലഭിക്കുകയും സാമ്പത്തിക നിലയൊക്കെ ശക്തമായിട്ട് തുടരുകയും ചെയ്യുന്ന ഒരു സമയമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ അധ്യായം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും വേണ്ടിയിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം.